Hi all, I'm Anjana here. Welcome back to Campus Search. 12th ശേഷം പലരും പറയുന്നൊരു കാര്യമാണ് ഞാൻ എൻട്രൻസ് എക്സാം എഴുതാൻ പോകാറ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതല്ലേ. ചിലപ്പോഴൊക്കെ ഇത് കേൾക്കുമ്പോഴാണ് ഇതെന്താ സംഭവം നമ്മളൊക്കെ ആലോചിക്കുന്നത്. അപ്പം 12th ശേഷം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള എക്സാമുകളെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഏത് ക്ലാസ് തൊട്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ള കാര്യം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് നമുക്ക് പഠിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എൻട്രൻസ് എക്സാം എഴുതിയിരിക്കണം. കാരണം ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഘടകമാണ് ഇത്തരം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെയും തന്നെ എൻട്രൻസ് എക്സാം, അല്ലെങ്കിൽ അതിൻ്റെ റാങ്ക് അനുസരിച്ചിട്ടാണ് അഡ്മിഷൻസ് അലോട്ട്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 12th മാർക്ക് ബേസിൽ അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളും ഉണ്ട്. സോ നമുക്കിനി എന്തൊക്കെയാണ് എക്സാംസ് എന്നുള്ളത് നോക്കാം. ആദ്യത്തത് JEE, ജോയിന്റ് എൻട്രൻസ് എക്സാം. നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ള എക്സാം ആണ് ഈ JEE എന്നുള്ളത്. അപ്പം എന്താണ് ഈ എൻട്രൻസ് എക്സാം, അല്ലെങ്കിൽ എന്താണ് ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിനി നോക്കാം. അപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതി പാസ്സായവർക്കാണ് IIT NIT പോലുള്ള പ്രീമിയം കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അതുപോലെ എക്സ്പെഷ്യലി എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എക്സാം എഴുതിയേ പറ്റും. അപ്പം JEE എന്ന് പറയുന്നത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള എക്സാം ആണ്. അപ്പം ഈ ഫീൽഡ് എഞ്ചിനീയറിംഗ് ഫീൽഡുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെട്ട് നമ്മൾ കൂടുതലും കേട്ടിട്ടുള്ള മറ്റൊരു എൻട്രൻസ് എക്സാം ആണ് കീം എന്നുള്ളത്. അപ്പം ഈ ഒരു എക്സാം എന്ന് പറയുന്നത് കേരളത്തിലുള്ള കോളേജുകളിലേക്ക് അഡ്മിഷൻ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ് ഇത്. പിന്നെ വീണ്ടും JEE എക്സാമിലേക്ക് വരികയാണെങ്കിൽ സയൻസ് സ്ട്രീം എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ സാധിക്കുക. ഈ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ളത്. ഇത് മൂന്നും നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഈ ഒരു എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ +1 +2 തീർച്ചയായിട്ടും മാൻഡേറ്ററി ആയിട്ടും ഈ 3 സബ്ജക്റ്റുകൾ ഉണ്ടായിരിക്കണം. ഇനി അടുത്തൊരു എൻട്രൻസ് എക്സാം ആണ് നീറ്റ് എന്നുള്ളത്. നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുള്ളൊരു എൻട്രൻസ് എക്സാം ആണ് നീറ്റ്, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാം. ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ എന്തായാലും നീറ്റ് എൻട്രൻസ് എക്സാമിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഡോക്ടർ ആവാൻ ആഗ്രഹമുള്ള എല്ലാവരും തന്നെ എഴുതേണ്ട ഒരു എൻട്രൻസ് എക്സാം ആണ് നീറ്റ് എന്നുള്ളത്. മെയിൻലി നമുക്കറിയാം ഒരു ഡോക്ടർ ആവാനായിട്ട് നമ്മൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഈ സബ്ജക്റ്റുകൾക്ക് കൂടുതലും പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. ആ ഒരു സബ്ജക്റ്റുകളെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സയൻസ് സ്ട്രീമുകാർക്ക് മാത്രമേ ഈ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഒരു 2-3 നമ്മൾ മെയിനായിട്ട് എപ്പോഴും കേൾക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാർ ഒരു മത്സരത്തോടു കൂടി എഴുതുന്ന 2-3 എൻട്രൻസ് എക്സാമുകളാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് അതിൻ്റെ മെയിൻ ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തു. ഇനിയും നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് എൻട്രൻസ് എക്സാമുകളുണ്ട്. അപ്പം വരുന്ന വീഡിയോകളിൽ അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. അപ്പം ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Until then, stay tuned. It's me, Anjana, signing off. Thank you for watching.